നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത് 4 മണിക്കൂർ. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരത്തെ ദേവസ്വം ആസ്ഥാനത്ത് 4 മണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത്, പണപ്പിരിവ് നടത്തിയത്, സ്പോൺസർഷിപ്പ് നേടിയത് തുടങ്ങിയ വിവരങ്ങൾ വിജിലൻസ് തേടി. അതേസമയം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതികരിച്ചു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ കിണറ്റിലേക്ക് ഇടിച്ചു കയറ്റി. അമ്മയും മകനും കിണറ്റിൽ വീണു. കൊല്ലത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടർ കിണറ്റിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ അമ്മയ്ക്കും മകനും പരിക്കേറ്റു. സ്കൂട്ടർ യാത്രികരായ അമ്മയും മകനും കിണറ്റിൽ വീഴുകയായിരുന്നു. കുന്നിക്കോട് മണത്തിൽ വടക്കേതിൽ അഞ്ചുവും മകനുമാണ് അപകടത്തിൽപ്പെട്ടത്. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി. പരിക്കേറ്റ അമ്മയും മകനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ബൈക്ക് സൈക്കിളിലിടിച്ച് 5 വയസ്സുകാരന് ദാരുണാന്ത്യം. മലപ്പുറം മഞ്ചേരി നറുകരയിലാണ് സംഭവം. ബൈക്ക് സൈക്കിളിലിടിച്ച് 5 വയസ്സുകാരനായ ഇസിയാനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച സംഭവം. പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അറസ്റ്റിൽ. പുൽപ്പള്ളിയിലെ തങ്കച്ചന്റെ വീട്ടിൽ മദ്യവും സ്ഫോടക വസ്തുക്കളും വെച്ച സംഭവത്തിലെ പ്രതിയായ പ്രാദേശിക കോൺഗ്രസ് നേതാവ് അനീഷ് മാമ്പള്ളി പിടിയിലായി. കർണാടകയിലെ കുശാൽ നഗറിൽ വെച്ചാണ് ഇയാളെ വയനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിന് ശേഷം നാളെ ഉച്ചയോടെ അനീഷിനെ കോടതിയിൽ ഹാജരാക്കും. തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയത് ചർച്ചയായതിനു പിന്നാലെ അനീഷ് ഒളിവിൽ പോയിരുന്നു. സംഭവത്തിനിടെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലയുടെ ആത്മഹത്യ ചെയ്തെന്നും വിവാദമായിരുന്നു. ഗൂഢാലോചന കേസിൽ പ്രതിയായതോടെ അനീഷിനെ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തു. ഭാഗ്യവാൻ ലോട്ടറിയുമായി എത്തിയില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും ഫലമില്ല. ഓണം ബമ്പർ വിജയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് ലോട്ടറി ഏജന്റ് ലതീഷ്. ആരും ലോട്ടറിയുമായി എത്തിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്നും ലതീഷ് പറഞ്ഞു. കുമ്പളം സ്വദേശിയാണ് വിജയ് എന്ന് സംശയമുണ്ടായിരുന്നു. എന്നാൽ ആൾ നേരിട്ടെത്തി ലോട്ടറി അടിച്ചിട്ടില്ലെന്ന് അറിയിച്ചുവെന്നും ലതീഷ് പറഞ്ഞു. ലതീഷ് വിറ്റ ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിനായിരുന്നു 1ാം സമ്മാനം. മറ്റു വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം താൻ വാങ്ങിയ ടിക്കറ്റുകളെല്ലാം വിറ്റുപോയെന്നും ആരാണ് ടിക്കറ്റ് എടുത്തതെന്ന് ഓർമ്മയില്ലെന്നും ലതീഷ് പറഞ്ഞു.